ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട, ആരാധനയുടെ പരിധിയിൽപ്പെട്ട ആ തേട്ടത്തിനാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. അത് സുന്നികളായ നമ്മൾ നിർവഹിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ആ ആരാധന എന്ന പ്രാർത്ഥന അത് അള്ളാഹുവിനോടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ പൂർവികർ ചെയ്തത് അങ്ങനെ തന്നെയാണ്. 25 പ്രവാചകന്മാരല്ല, 2,24,000 പ്രവാചകന്മാർ വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ 2,24,000 പ്രവാചകന്മാരും അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് സുന്നികൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഇത് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി മുഹ്യിദ്ദീൻ ശൈഖിനോടോ അല്ലെങ്കിൽ ബദരീകളോടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ നമ്മൾ സഹായം ചോദിക്കുന്നു. ഈ ചോദിക്കുന്ന പരിപാടിക്ക് മുജാഹിദുകൾ പ്രാർത്ഥന എന്ന് പേരിടും. പ്രാർത്ഥന എന്ന് പേരിടും. പ്രാർത്ഥന എന്നതിന് പേരിട്ടു എന്നതുകൊണ്ട് മാത്രം അത് ശിർക്കാവുന്നില്ല. ഒരാൾ ചക്കക്ക് മാങ്ങാതെ പേരിട്ടതോട് ചക്ക മാങ്ങാവും. എന്താ ഈ പറയുന്നത്? ഒരാൾ ചക്കക്ക് അല്ലെങ്കിൽ പഞ്ചസാരക്ക് അയാൾക്ക് ഉപ്പിന പേരിട്ടത്, അതുകൊണ്ട് പഞ്ചസാര ഉപ്പാവോ? ആവൂലല്ലോ. എന്നതുപോലെ സുന്നികൾ ചെയ്യുന്ന മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്ന ഈ പരിപാടിക്ക് പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം അത് ശിർക്കാവുകയില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന എന്ന് ഭാഷാപരമായി ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. സകല മുജാഹിദുകളും വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഒരൊറ്റ മുജാഹിദും തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞവരെ തന്നെ തിരിയാത്ത മാതിരി നടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഭാഷാപരമായി ശബ്ദധാരാവലി എടുത്തു നോക്കാം, ശബ്ദസാഗരം എടുത്തു നോക്കാം, മലയാള ഡിക്ഷണറികൾ മുഴുവൻ എടുത്തു നോക്കിക്കോളൂ. അതിന്റെ അർത്ഥം എന്താണെന്നല്ലോ നിങ്ങൾക്ക്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തേട്ടം, അപേക്ഷ, ചോദ്യം, വ്യവഹാരം, നേർച്ച, ഇങ്ങനെയൊക്കെയാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം. പ്രാർത്ഥന എന്ന പദത്തിന്റെ അർത്ഥം. പ്രാർത്ഥന എന്ന പദത്തിന് തേട്ടം, ചോദ്യം, അപേക്ഷ എന്തൊക്കെയാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ സുന്നികൾ അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട്, മുഹ്യിദ്ദീൻ ശൈഖിനോട്, റസൂലുള്ളാഹിയോട്, മറ്റ് മഹത്തുക്കളോട് നമ്മൾ ചോദിക്കുന്നു, തേടുന്നു, അപേക്ഷിക്കുന്നു, അല്ലേ? ഈ അർത്ഥത്തിന് പ്രാർത്ഥന എന്ന പദം പ്രയോഗിച്ചു എന്നതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന് സാധാരണ നമ്മൾ ചോദിക്കുന്നതിനെ കുറിച്ച് പറയാനില്ല. ഇനി അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് തെറ്റുമില്ല. എന്നപ്പോ ഞാൻ പറയാം, മുജാഹിദുകൾ അങ്ങനെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പണിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു തകരാറില്ല. എന്റെ ഭാഷാപരമായ പ്രയോഗമാണ് പ്രാർത്ഥന എന്നതിന്. ഭാഷയിൽ ചോദിക്കുക, തേടുക, അപേക്ഷിക്കുക എന്നാണ്. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചു എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? സുന്നികൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നവരാണ്, മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ്, മുഹ്യിദ്ദീൻ ശൈഖിനോട് അപേക്ഷിക്കുന്നവരാണ്. എന്താ അതിന് കുഴപ്പമുള്ളത്? അതുകൊണ്ട് ഈ പ്രാർത്ഥന, അതായത് ഈ ചോദ്യം, അതായത് ഈ തേട്ടം, അല്ലെങ്കിൽ ഈ അപേക്ഷ, പേരെന്തിട്ടാലും ശരി, പേര് നിങ്ങൾ വെള്ളിയാഴ്ചയിലാകുന്നിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. പേരെന്തിടുന്നു എന്നതല്ല. ഈ തേട്ടം, ഈ അപേക്ഷ, ഈ ചോദ്യം അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാധന ഇബാദത്തിന്റെ പരിധിയിൽ പെടുമ്പോഴാണ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്യും അത് ശിർക്കാണ്. എപ്പോഴാണ് ഒരു തേട്ടം, ഒരു അപേക്ഷ, ഒരു ചോദ്യം അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നത് എപ്പോഴാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പഠിപ്പിച്ചത് കാണാം. ആരാധന, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഹുദൂഇ വതദല്ലുലി, പരമമായ വണക്കം. ഇതാണ് പരമമായ വണക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ വണങ്ങപ്പെടുന്ന ശക്തിയോട്, ചോദിക്കപ്പെടുന്ന ശക്തിയോട്, തേടപ്പെടുന്ന ശക്തിയോട്, അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അവൻ ഇലാഹാണ്, അല്ലെങ്കിൽ ദൈവമാണ്, ദിവ്യത്വമുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ചോദിക്കുന്നത്? എന്നാൽ ആ ചോദ്യമാണ് ആരാധനയാകുന്നത്. ആ ചോദ്യത്തിനാണ് സാങ്കേതികമായി പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഇത് എന്റെ വക ദുർവ്യാഖ്യാനം ഒറ്റ മുജാഹിദും കരുതണ്ട. മുജാഹിദ് സാഹിത്യങ്ങൾ വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ്. ഏത്
ഈ കാണുന്നത് മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണം. ഇപ്പൊ 2 ഗ്രൂപ്പാണ്. വിചിന്തനം 2003 ജൂലൈ 4 ഇറങ്ങിയ വിചിന്തനം പേജ് 7 അവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ശക്തിയോട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന വണക്കം. അപ്പൊ ദൈവമാണ്, ഇലാഹാണ്, റബ്ബാണ്, സ്വന്തമായ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയോട് നടത്തുന്ന ചോദ്യം, ഒരു ശക്തിയോട് നടത്തുന്ന തേട്ടം, ഒരു ശക്തിയോട് നടത്തുന്ന അപേക്ഷ, ഒരു ശക്തിയോട് നടത്തുന്ന പ്രാർത്ഥന, അതാണ് ആരാധനയാവുകയുള്ളൂ. അപ്പൊ ആര് അല്ലാഹു അല്ലാത്ത ശക്തിയോട് ചോദിക്കുകയാണെങ്കിൽ, ഉദാഹരണം മുഹ്യിദ്ദീൻ ഷേഖിനോട്, മുഹ്യിദ്ദീൻ ഷേഖ് റബ്ബാണ്, ഇലാഹാണ്, ദൈവമാണ്, ദിവ്യത്വമുള്ള ആളാണെന്ന് കരുതിക്കൊണ്ടാണോ ചോദിക്കുന്നത്? എന്നാൽ ആ ചോദ്യം തെറ്റാണ്, ശിർക്കാണ്, വിദ്യാർത്ഥാണ്, വിദ്യാർത്ഥ ശിർക്കാണ്, കുഫറാണ്, നരകത്തിലാണ്, യാതൊരു സംശയമില്ല. പക്ഷെ സുന്നികൾ അങ്ങനെ ചോദിക്കുന്നില്ല. ഏതെങ്കിലും സുന്നി ചോദിക്കുന്നുണ്ടോ? മുഹ്യിദ്ദീൻ ഷേഖ് തന്നെ അള്ളാഹിനെ പോലത്തെ വേറൊരു അള്ളാഹുവാണ്, വേറൊരു ഇലാഹാണ്, വേറൊരു ദൈവമാണെന്ന് ഏതെങ്കിലും സുന്നി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതേ അവസരത്തിൽ ഇവിടെയുള്ള മാതാമൃതാനന്ദമയുടെ അനുയായികൾ, സത്യസായിബാബയുടെ അനുയായികൾ, അവരെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? അവർ ദൈവമാണ്, ഈശ്വരനാണ് എന്ന് കരുതിക്കൊണ്ടാണ്. അങ്ങനെ കരുതിക്കൊണ്ടാണോ വിശ്വസിക്കുന്നത്, തേടുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ആ പ്രാർത്ഥന, ആ തേട്ടം, ആ ചോദ്യം, ആ അപേക്ഷ അവർക്കുള്ള ആരാധനയാണ്. അത് ശിർക്കുമാണ്. സുന്നികളാണെങ്കിലോ മുഹ്യിദ്ദീൻ ഷേഖോ ബദരീകളോ മഹത്തുക്കളെ കുറിച്ച് അത് അവർ ഇലാഹാണെന്നോ ദൈവമാണെന്നോ സ്വന്തമായ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണെന്നോ സുന്നികൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് അവർക്കുള്ള ആരാധനയും അല്ല. പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? സുന്നികൾ നടത്തുന്ന തേട്ടം, അത് നിങ്ങൾ പ്രാർത്ഥന എന്ന് പേരിട്ടാലും ശരി, അപേക്ഷ എന്ന് പേരിട്ടാലും ശരി, യാതന എന്ന് പേരിട്ടാലും ശരി, ചോദ്യം എന്ന് പേരിട്ടാലും ശരി, എന്ത് പേരിട്ടു എന്നതല്ല പ്രശ്നം. സുന്നികൾ ചെയ്യുന്നത് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് എഴുതിക്കൊണ്ടോ ഇതൊന്നുമല്ലാതെ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് സുന്നികൾ അവരോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. ഇനി പറഞ്ഞാൽ തന്നെയും അത് ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. സുന്നികൾ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുന്നുള്ളൂ. അത് പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനകളാണ് ഖുർആൻ പഠിപ്പിച്ചു തന്നത്, ഹദീസുകളും നിങ്ങളീ പറഞ്ഞവർക്കൊക്കെയുള്ളത്. ആ ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനകൾ പ്രവാചകന്മാരും സലഫു സ്വാലിഹുകളും ഒക്കെ അള്ളാഹുവിന് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ചർച്ചയേ ഇല്ല. ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കുന്നേ ഇല്ല. ആരാധന അള്ളാഹുവിന് മാത്രം, ആദരവ് അവന്റെ മഹത്വക്കൾക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വിളിച്ചു പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്ന പദം തന്നെ തെറ്റിദ്ധാരണ ജനകമാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല. ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥന പൂർവകാല പ്രവാചകന്മാർ അള്ളാഹുവിനോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സുന്നികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ ആരാധനയുടെ പരിധിയിൽ പെടാത്ത നേട്ടം, ആരാധനയുടെ പരിധിയിൽ പെടാത്ത ചോദ്യം, ആരാധനയുടെ പരിധിയിൽ പെടാത്ത അപേക്ഷ സുന്നികളും സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, മുജാഹിദുകളും അല്ലാത്തവരോട് ചോദിക്കുന്നു, പ്രവാചകന്മാരും അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ എന്നാണോ നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഞാൻ മറുപടി പറയാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ തന്നെ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ സഹായം ചോദിക്കുകയാണ്. അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ താമായ കലിമാത്തുകളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. താമായ കലിമാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ച സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ശരീരെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഏതാണ് താമായ കലിമാത്ത്? കലിമാത്തുല്ലാഹി താമാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വിവക്ഷ എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ തന്റെ വിശ്രുതമായ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാല്യം 67-ാമത്തെ പേജിൽ പറയുന്നു. എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്? അൽ അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബാ, പരിശുദ്ധാത്മാക്കൾ എന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നത് കലിമാത്തില്ലാഹി തആമ്മാത്തി, പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ മഹാത്മാക്കളോട് റസൂലുള്ളാഹി തങ്ങളും സഹായം ചോദിക്കുന്നുണ്ട്. ആരാധനയുടെ
പരിധിയിൽപ്പെട്ടതാണോ? അല്ല. അത് പ്രവാചകന്മാർ അള്ളാഹുവിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുന്നികളും അള്ളാഹുവിനെ ചെയ്തിട്ടുള്ളൂ. വിശ്വാസികൾ മുഴുവനും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആരാധനയുടെ പരിധിയിൽപ്പെടാത്ത തേട്ടം അതിന് നിങ്ങൾ പ്രാർത്ഥന പേരിട്ടത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, സുന്നികൾ ചോദിക്കുന്നു, പ്രവാചകന്മാർ ചോദിക്കുന്നു, സച്ചരിതരായ സലഫുസാലികളും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ വിവരണം. പിന്നെ നിങ്ങൾ ഓതിയ ഒരു ആയത്തുണ്ട്, അതുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തും. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ ആയത്ത്, ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അവിടെ വളരെ വ്യക്തമായ അർത്ഥം വെച്ചു. മുജാഹിദിന്റെ സാധാരണ സ്ഥിരം പല്ലവിയാണ്. വമൻ അവലു, ഏറ്റവും വലിയ പിഴവുകാരൻ ആരാണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെയും വിട്ട് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്ത വസ്തുക്കൾക്ക് ആരാധന ചെയ്യുന്നവരെ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വലിയ വെളിച്ചവരാണ് ആരുമില്ല. അപ്പൊ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവർക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് സുന്നികൾ. എളുപ്പം തന്നെയോ നിങ്ങൾ അതിങ്ങനെ ഗ്രൗണ്ടിക്ക് നോക്കി ഇങ്ങനെ പ്രസംഗിച്ച് പോവാൻ നല്ല സുഖ. പ്രമാണവുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോ കാണാൻ ഇങ്ങനെ നീർക്കേണ്ട സ്ഥലം നീർക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇതിന്റെ തഫ്സീറുകളിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറയുന്നത് കാണാം. വമൻ അവല്ലു അല്ലായത്ത്, ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഖാദി ഇബ്നു അത്തിയ്യ ഇതിന് 546 വഫാത്തായ മഹാപണ്ഡിതന മഹാനവറുകൾ പറയുന്നു, അല്ലായത്തു, ഈ ആയത്ത് തൗബീഹുൽ അബദത്തിൽ അസ്നഹമി, വിഗ്രഹങ്ങൾക്ക് ആരാധിച്ചിരുന്ന ആളുകളെ ഗണ്ണിക്കുകയാണ് അല്ലാഹു തആല. അപ്പൊ അള്ളാഹു ചോദിക്കാം, വമൻ അവല്ലു, പിഴച്ചവൻ, ഏറ്റവും പിഴച്ചവൻ ആരാണോ? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി വല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വിളിച്ചാൽ ഉത്തരം ചെയ്യാത്ത വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നവരെക്കാളും വഴി പിഴച്ചവൻ ആരാണുള്ളത്? ആരുമില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ബിംബങ്ങൾക്ക്, പ്രതിമകൾക്ക്, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന, അതായത് അല്ലാഹുവല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന, ജീവനുള്ള ദൈവമാവട്ടെ ജീവനില്ലാത്ത ദൈവമാവട്ടെ, അല്ലാഹുവല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന ആളുകളെക്കാളും വഴിപിഴച്ചവരാരാണ്? അതിനാർക്കാ സംശയം? ആരുമില്ല. ഏറ്റവും വഴിപിഴച്ചവൻ അവൻ തന്നെ. സുന്നികൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നുണ്ടോ? അല്ലാഹു അല്ലാത്ത പ്രതിമകൾക്ക്, വിഗ്രഹങ്ങൾക്ക്, അതുപോലെ തന്നെ ബിംബങ്ങൾക്ക് ആരാധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ ആയത്തെങ്ങനെ സുന്നികൾക്ക് എതിരാകും? ആവില്ല. മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞത് കാണാം. നോക്കൂ നിങ്ങൾ, അത് വിഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. തഫ്സീർ ഇബ്നു അത്തിയ്യ നോക്കൂ, മുഹററുൽ വജീദ് അതിന്റെ 15-ാമത്തെ വാല്യം 10-ാമത്തെ പേജ്. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, അതിന്റെ 28-ാമത്തെ വാല്യം 6-ാമത്തെ പേജ്. ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നു, ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? അന്നൽ ഖൗല ബി ഇബാദത്തിൽ അസ്നാമി, ഈ വിഗ്രഹാരാധനകളെ കുറിച്ചുള്ള പറയുന്ന പ്രയോഗമാണ്. തഫ്സീർ നസബിയിൽ കാണാം. ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? അല്ലായത്തു തൗബീഹുൽ അബദത്തിൽ അസ്നാമി, വിഗ്രഹാരാധനയെ കുറിച്ചാണ്. തഫ്സീർ റൂഹുൽ ബയാൻ കാണാം. അല്ലായത്തു തൗബീഹുൽ അബദത്തിൽ അസ്നാമി. തഫ്സീർ മറാഹിൽ നബീയിൽ കാണാം. ഐ വൽ അസ്ലാമു, വിഗ്രഹങ്ങളെ കുറിച്ച്. എല്ലാ തഫ്സീറുകളിലും ഇങ്ങനെ തന്നെ. വിശദീകരിക്കാൻ സമയമില്ല. വിവരമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യുന്നതിന് കുഴപ്പവുമില്ല. അപ്പോ എന്ന ഈ ആയത്ത് എന്നല്ല, ഒരൊറ്റ ആയത്ത്, സാധാരണ 33 ചില്ലാനോ ആയത്താണ് മുജാഹിദ് ഇതിൽ ഓതാറുള്ളത്. അത് എനിക്കറിയാം. ആ ആയത്ത് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന ഏതെങ്കിലും ഒരു ആയത്തിൽ മരണപ്പെട്ടുപോയ മഹാത്മാക്കൾ, അല്ലാഹുവിന്റെ റസൂൽ, അല്ലെങ്കിൽ മഹത്തുക്കൾ, ഔലിയാക്കൾ, അവരോട് അവർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല, അവർ ദൈവാവതാരമാണെന്ന് കരുതിക്കൊണ്ടല്ല, ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് കരുതിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിവുകൾ അത് തനതായ അർത്ഥത്തിൽ സ്വന്തമായ ഉപകാരങ്ങളും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ്, അത് പാടില്ലാത്ത പരിപാടിയാണ് എന്ന് കുറിക്കുന്ന 33 ആയത്തല്ല 6000 ചില്ലാനം വരുന്ന വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഇവിടെയുള്ള മുജാഹിദുകൾ എന്നല്ല, ലോകത്തുള്ള ഏതെങ്കിലും ഇരുകാലിൽ നടക്കുന്ന മുജാഹിദുകളുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, മുഖാമുഖത്തിലേക്ക് സ്വാഗതം. കഴിയില്ല. ഇത് ഇവിടെ മാത്രമല്ല, 200 വേദികളിൽ ഞങ്ങൾ ഇത് പറഞ്ഞതാ. കഴിയുമോ? ആർക്കും കഴിയില്ല. അതുപോലെ ആയത്തും വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. തെളിയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കടന്നു വരാവുന്നതാണ്. അതിന് മുമ്പുള്ള ആയത്തുകൾ നോക്കാം. അള്ളാഹു പറയുന്നു, സാധാരണ നിങ്ങൾ പറയാറ് മുജാഹിദുകാരെ വാലും വരെ എടുത്ത് നിങ്ങൾ നടുക്കുന്ന എടുക്കാറുള്ളതാണ്. അള്ളാഹു പറയുന്നു,
ഒരു അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി, നബിയെ പറയുക, അറഅയ്തും നീ കണ്ടുപോ, തദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നീ വിളിക്കുന്നവേ, അറുവനെ നീ എനിക്ക് കാണിച്ചു തരൂ, മാതാ കലക്കത്തും മിനല്ലറുടെ, ഭൂമിയിൽ അവർ എന്താണ് സൃഷ്ടിച്ചതെന്ന്. ലഹും ശിർകുൻ ഫിസ് സമാവാതി, അതല്ലെങ്കിൽ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് പോലെ പങ്കുമുണ്ടോ? ഈ തോണി നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുക. മുമ്പുള്ള വല്ല വേദഗ്രന്ഥമോ അതല്ലെങ്കിൽ അറിവിൽ നിന്ന് വല്ല പ്രമാണമോ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുക. കുന്തും സ്വാതന്ത്ര്യം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നിട്ടാണല്ലോ പറയണേ. അപ്പൊ എന്താണ് ഈ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും പങ്കുമുണ്ടോ? മഹാന്മാരായ ആളുകൾ തന്നെ എടുക്കാം. അമ്പിയാക്കന്മാർക്ക് പങ്കുണ്ടോ? ഔലിയാക്കന്മാർക്ക് പങ്കുണ്ടോ? അതുപോലെയുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ? ഒരാൾക്കും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ പങ്കില്ല. അങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവുള്ളൂ. എന്നിട്ടാണ് നമ്മൾ നാളെ മഹ്ശറയിൽ അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കാനൂലഹും അദാൻ, അവരിവർക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ അവരുടെ ഈ ഇബാദത്തിനെ നാളെ മഹ്ശറയിൽ അവർ എതിർക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു. മൗലവിയുടെ പറഞ്ഞ അസ്ലാമാണെന്ന്. അത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ കഅബാലയത്തിൽ നിന്ന് എടുത്ത് പുറത്തുകളഞ്ഞ് അതിനുശേഷം ഹിജ്റ 470 മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി മഹാനവരോട് ജനിച്ചത്. അതുപോലെയുള്ള മഹാന്മാരുടെ ആളുകൾ അതിനുശേഷമാണ്. അപ്പൊ ജനങ്ങൾ ബിംബങ്ങൾ ഒഴിവാക്കി പിന്നെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണേ. അള്ളാഹ് പറയുന്നു പാടില്ല, അള്ളാഹിനെ മാത്രം വിളിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നീ ശിർക്കാണ് ചെയ്യുന്നത്, നീ കാഫിറായി ചത്തുപോകുമെന്ന് ഉള്ള തീർച്ചയാണ് ആ കാര്യം. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, വിളിച്ചു പ്രാർത്ഥന എന്ന പദം ആരാധനയുടെ പരിധിയിൽ പെട്ടതുണ്ട് പെടാത്തതുണ്ട്. ഞാൻ പറഞ്ഞ് വിശദീകരിച്ചു. നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ ആയത്തുണ്ടല്ലോ, സൂറത്തുൽ അഹ്ഖാഫിലെ 4ാമത്തെ ആയത്ത് ശരിക്കും മുൻഭാഗം കട്ടിരിക്കുന്നതിന്റെ പ്രകടമായ തെളിവാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞല്ലോ, കുൽ അറായിക്കും, നിങ്ങൾ കാണുന്നില്ലയോ, നിങ്ങൾ അർത്ഥാണ് ഞാൻ പറയുന്നത്. മാ തദ്ഉന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ കാണുന്നില്ലേ? ഈ വിളിച്ചു പ്രാർത്ഥന നിങ്ങൾ അർത്ഥം വെച്ചാൽ പോരാ. ആരാധനയുടെ പരിധിയിൽ പെട്ട പ്രാർത്ഥനയാണോ അല്ലയോ? മൈക്കാണ് കൊടുക്കി വിഷയങ്ങൾക്കോ തീരുമാനമാക്കിത്തരാം. 3 മിനിറ്റ് എനിക്ക് വേണം. അത് പറയാത്ത 3 മിനിറ്റ് വേണ്ടല്ലോ. ആരാധനയാണോ പറയാത്ത 3 മിനിറ്റ് വേണം. അതായത് മൗലവിയുടെ ദുർവ്യാഖ്യാനം ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അതിന് 3 മിനിറ്റ് എനിക്ക് തരണം. 3 മിനിറ്റ് അത് ആരാധനയാണെന്ന് പറയാനും ആരാധനയല്ല എന്ന് പറയാനും 3 മിനിറ്റ് വേണമെന്നാ പറയുന്നത്. എന്താണ് അതായത് ദുആ ചെയ്യാം, നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. അറബി പദം അതുകൊണ്ട് പാടില്ല. എന്താ ഇബാദത്താണ് ആരാധന. ദുആ ചെയ്യാം. യദ്ഊന, ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സഹായം തേടുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. അത് അള്ളാഹുവിന് നമസ്കാരം ഇബാദത്താണ്. ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് സഹായത്തെ അഭ്യർത്ഥിക്കലാണ്. പഠിച്ചവനെ നീ എനിക്ക് മഴ വർഷിപ്പിച്ച് തരണേ, എന്റെ ആരോഗ്യത്തെ നീ ബലപ്പെടുത്തി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് ദുആ. അതാണ് യദ്ഊന എന്ന് പറഞ്ഞത്. പക്ഷെ സാധാരണ ജനങ്ങളെ നിങ്ങൾ വഴി ഇതേപോലെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി അവർ പോവുകയാണ്. ബുദ്ധിയുള്ളവർ ചിന്തിക്കുമ്പോൾ ഇതാണ് സത്യം. പ്രാർത്ഥന സഹായം ചോദിക്കലാണ്. യദുനാന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കലാണ്. അപ്പൊ സഹായം ചോദിക്കലൊക്കെ ആരാധന എന്താ കളി പറയുന്നത്? ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് വെള്ളെടുത്ത് സഹായം ചോദിച്ചത് ആരാധന. ഇതിങ്ങനെ പറയാൻ പിടിച്ചു പ്രാർത്ഥന സഹായിക്കുക, ആരാധന സഹായിക്കുക, അതുമാണ് ഇങ്ങനെ പറയാനല്ലാതെ വിഷയത്തിൽ തീരുമാനം കാണാൻ കഴിയില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭാഗമല്ലാതെ നിങ്ങൾ സഹായിക്കാതെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്താൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എതിർകൂടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. എന്റെ വക പറയുന്നില്ല, തഫ്സീറുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നിങ്ങൾ സ്വന്തം വകയാ. ഇതാ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എതിർകൂടാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാം. ലോകത്തെ ഏറ്റവും വലിയ വിശ്രുത ഖുർആൻ വ്യാഖ്യാതാവായി അറിയപ്പെടുന്ന ഇതിലെ 310 വഫാത്തായ ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ജഅഫർ ഇമാം മുഹമ്മദ് ബിൻ ജരീർ ത്വബരി തന്റെ തഫ്സീർ ജാമിഉൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറയുന്നത്? 11ാമത്തെ വല്ലം 273ാമത്തെ പേജിൽ മഹാൻ പറഞ്ഞു, യഖൂലു തആല ദിക്റുഹു, പടച്ച തമ്പുരാൻ പറയുന്നത് ഈ ആയത്തിലൂടെ എന്താ പറയുന്നത്? ഖുൽ
എന്ന ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുകയാണ് ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി. മഹാൻ പറയുന്നു, ഖുൽ നബിയെ അങ്ങ് പറയുക, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുക, ലിഹാഉലാഇ മുശ്രിക്കീന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കുന്ന മുശ്രിക്കുകളുണ്ട് മക്കയിൽ, അവരോട് നിങ്ങൾ പറയുക. മക്ക എന്ന് പറയണ്ട, മക്കയിൽ മാത്രമല്ല ഏത് ലോകത്തുണ്ടെങ്കിലും അവിടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവരോട് നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? അറഅയ്തും അയ്യുഹൽ ഖൗമു, ഓ ജനതേ നിങ്ങൾ കാണുന്നില്ലേ, അൽ ആലിഹത, ഈ ദൈവങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ, വൽ ഔസാന, ഈ ബിംബങ്ങളെയും നിങ്ങൾ കാണുന്നില്ലേ, അല്ലതീ തഅബുദൂന മിൻ ദൂനില്ലാഹ്, യദൂനയുടെ അർത്ഥാണ് പറയുന്നത്. അല്ലതീ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളില്ലേ, വിഗ്രഹങ്ങളില്ലേ, അവരെ നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് മാതാ ഖലഖൂ മിനൽ അർളി, അവർക്ക് ഭൂമിയിൽ നിന്ന് വല്ലതും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് ആകാശത്തിന്റെ സൃഷ്ടിത്തിൽ പങ്കാളിത്തമുണ്ടോ? ഇല്ലല്ലോ. ഇത് മുസ്ലിങ്ങളോട് പറയാനാ ഈ ആയത്ത് പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു അറായിക്കും മാ തദൂന എന്ന വെറുതെ പ്രാർത്ഥന സഹായം ചോദിക്കാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മുഫസ്സിറുകൾ പറയുന്നത് അങ്ങനെ, ഇത് പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, തഫ്സീറിനാ ഞാൻ വായിക്കുന്നത്. അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ മറ്റു ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ, അവരെ ആരാധിക്കുന്നുണ്ടല്ലോ. ആ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക് ഈ ഭൂമി പടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആകാശം പടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ആകാശവും ഭൂമിയും പടക്കാൻ കഴിയാത്ത ഈ ബിംബങ്ങൾക്ക്, പ്രതിമകൾക്ക്, വിഗ്രഹങ്ങൾക്ക്, മറ്റു ദൈവങ്ങൾക്ക് നിങ്ങൾ ഇബാദത്തെടുക്കുന്നത് എന്തിനാണ്? ഇതാണ് അള്ളാഹു ആയത്തിനോട് ചോദിക്കുന്നത്. സഹായം ചോദിക്കൽ എന്തിനാന്നല്ല, അത് നിങ്ങൾ സ്വന്തം എടുത്തതാണ്. തഅബുദൂന, ആരാധിക്കുന്നു എന്നാണ്. അതിലാർക്കാ തർക്കമുള്ളത്? അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, സുന്നികൾ ഉറക്കെ ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയുന്ന മുജാഹിദ് നിസ്കാരം കഴിഞ്ഞ മൂന്നും തട്ടി പോകുമ്പോഴും ഞങ്ങൾ ഉച്ചത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ദിക്ർ ചെത്തിയിട്ടാണ് ഞങ്ങൾ ദ്വാരക്കൽ. അറിയോ നിങ്ങൾ? അള്ളാഹു ഇലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, അല്ലേ? ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ കാര്യം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടല്ലോ, വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ, അവർക്ക് ഭൂമി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആകാശം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് മുശ്രിക്കുകളെ നിങ്ങൾ അവകൾക്ക് ആരാധിക്കുന്നത് എന്നാണ് പടച്ച തമ്പുരാനിന്റെ ആയത്തിലൂടെ പറയുന്നത്. നോക്കൂ, ഇത് തഫ്സീർ ത്വബരി മാത്രമല്ല, നോക്കൂ നിങ്ങൾ ഈ തഫ്സീർ റൂഹുൽ മആനി. അതോ അറഅയ്തും മാ തദഊന ഐ മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നു നിങ്ങൾ. ഈ അല്ലാഹു അല്ലാത്തവരെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളില്ലേ, ആ വസ്തുക്കൾക്ക് ഭൂമി പടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് അതിന്റെ ചോദ്യം. റൂഹുൽ മആനി 26-ാം വാല്യം 5-ാമത്തെ പേജ്. തഫ്സീർ ഇബ്നു കസീർ. ഖുൽ, തങ്ങൾ പറയൂ, ലിഹൗലാഇ മുശ്രിക്കീന അൽ ആബിദീന മഅല്ലാഹി ഗൈറഹു, അല്ലാഹുവിനോട് കൂടെ മറ്റ് പ്രതിമകളെയും മറ്റ് വസ്തുക്കളെയും ആരാധിച്ചിരുന്ന മുശ്രിക്കുകളോട് പറയൂ എന്നാണ്. അപ്പൊ അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. തഫ്സീറുകൾ മുഴുവനും തഫ്സീർ റാസി 28-ാം വാല്യം 4-ാം പേജ്, തഫ്സീർ ഫത്ഹുൽ ഖദീർ, ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീർ. നിങ്ങളെ നേതാവാ ഷൗക്കാനി, ഞങ്ങളാളല്ല. അയാൾ വരെ പറയുന്നു, മാ തഅബുദൂന മിൻ ദൂനില്ലാഹി മിനൽ അസ്നാമി, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് ഈ ഭൂമി പടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആകാശം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അതിൽ ഞങ്ങൾക്കാർക്കും തർക്കമുണ്ടോ? ഞങ്ങൾ പറയുന്നുണ്ടോ ഏതെങ്കിലും വിഗ്രഹത്തിന് ഭൂമിയിൽ സൃഷ്ടിപ്പിൽ പങ്കുണ്ട്, ആകാശം പടക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നില്ല. എങ്കിലല്ലേ ഞങ്ങൾക്കത് എതിരാവുകയുള്ളൂ. അപ്പൊ ആയത്തിൽ പറയുന്നത് അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്ക്, വിഗ്രഹങ്ങൾക്ക്, ദൈവങ്ങൾക്ക്, മറ്റു വസ്തുക്കൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തെന്നല്ല, ഖുർആനിലെ 6000 വരുന്ന ഒരൊറ്റ ആയത്തും ഞങ്ങൾക്കെതിരല്ല. ഈ തഫ്സീർ ബഹറുൽ മുഹീത്ത്, തഫ്സീറുൽ നസഫി, മുഹറുൽ മജീദ്, തഫ്സീറുൽ മദ്ഹരി, തഫ്സീറുൽ ഖാസിമി, നിങ്ങളുടെ ഏതാവാണ് ഖാസിമി, തഫ്സീറുൽ ഖുർത്തുബി, എല്ലാ തഫ്സീറുകളും ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ആ ആയത്തിൽ പറയുന്നത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന പ്രവർത്തനം മോശമാണ് എന്നാണ്. അതിൽ ആർക്കും തർക്കമില്ല. അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് സുന്നികൾ ആരും ആരാധിക്കുന്നില്ല. ആരാധന
അങ്ങനെയാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വണങ്ങണം എന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലികൾക്ക് ദൈവമാണെന്നോ ദിവ്യത്വമോ ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ബാധകവും അല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ അതുപോലെ മറ്റു ഉസ്താദുമാർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അവർ എഴുതിയ ഫത്താവ മുഹീസുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യോത്തരങ്ങളാണ്, ഫത്വകളാണ്. അതിന്റെ 3ാമത്തെ വാല്യം ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഓരോ കോപ്പി വാങ്ങുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ത്വരീഖത്തിനെ കുറിച്ചും പ്രബന്ധങ്ങൾ നമ്മുടെ ഉസ്താദ് തന്നെ എഴുതിയതാണ്. അത് നിങ്ങൾ ഒരു കോപ്പി വാങ്ങണം. മുതാലിമുകൾക്കും ആലിമുകൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന അൽ മിൻഹാജു സ്വഹീഹ് ഫി സ്വലാത്തി തറാവീഹ് എന്ന പുസ്തകം കഴിഞ്ഞ SYSC സ്റ്റേറ്റ് സമ്മേളനത്തിൽ വെച്ച് പ്രകാശിതമായ പുസ്തകമാണ്. തറാവീഹിൽ മുജാഹിദുകളുടെയും ജമാഅത്തിന്റെയും എല്ലാ വാദങ്ങളെയും ചങ്കടപ്പൻ മറുപടി നൽകുന്ന ശ്രദ്ധേയമായ രചനയാണ്. നിങ്ങളെല്ലാവരും ഒരു ഓരോ കോപ്പി വാങ്ങിയാൽ പണ്ഡിതന്മാർക്കും മുത്താലിമുകൾക്കും ഏറെ ഉപകരിക്കും. 800ഓളം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. 200ഓളം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള 800ഓളം ഉദ്ധരണികൾ ഉൾപ്പെട്ട ഈ കൃതി ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ കൊണ്ടുവരും. അതുപോലെ തന്നെ ജാമ്യ അഷ്അരിയിലെ മുദരിസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഷീർ മദനി നീലഗിരി എഴുതിയ പ്രകാശകിരണങ്ങൾ എന്ന പുസ്തകം ശ്രദ്ധേയമായതാണ്. എല്ലാം ഓരോ കോപ്പി വാങ്ങി നമ്മൾ വിജ്ഞാനവർദ്ധനവിനാവുന്നതൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യം ചെയ്യാം. ബാക്കി സഹായങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് തേടാം. മുൻ പ്രവാചകന്മാരും അങ്ങനെ തേടിയിരിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരമാണെന്ന് നിങ്ങൾ ധരിച്ചത് തെറ്റാണ്. ഇബാദത്തുകൾ ഏതുണ്ടോ അത് അല്ലാഹുവിനെ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇബാദത്ത് ഏതൊക്കെയാണ്? ഏതും ഇബാദത്താവും. നിസ്കാരം മാത്രമേ ഇബാദത്താവുന്നില്ല. തേട്ടം വിവാദത്താവും, ചോദ്യം വിവാദത്താവും, നമ്മളിങ്ങനെ വണങ്ങൽ വിവാദത്താവും, അതുപോലെ തന്നെ വിനയം പ്രകടിപ്പ് വിവാദത്താവും. ഇതൊക്കെ വിവാദത്താകും. അത് എപ്പോഴാണ് വിവാദത്താവൽ? അതാണ് ഞാൻ പറയുന്നത്. വണങ്ങപ്പെടുന്ന ശക്തി, ചോദിക്കപ്പെടുന്ന ശക്തി, ആ ശക്തി ദൈവമാണെന്നോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണങ്ങൾ സ്വതന്ത്രമായ രൂപത്തിൽ ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ശക്തിക്ക്, ഏത് ശക്തിയാണെങ്കിലും ശരി, ആ ശക്തിക്ക് നമ്മൾ വിനയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ആ ശക്തിയോട് ചോദിക്കുകയാണെങ്കിൽ, ആ ശക്തിയോട് സഹായം ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ, തേടുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ തേട്ടം, സഹായം, ചോദ്യം, അപേക്ഷ, പ്രാർത്ഥന ഇവകളിലൊക്കെ ഇബാദത്തായതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. എന്താ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആരാധനയാവുന്നതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഈ വിശ്വാസത്തോടെയാണോ ചോദിക്കുന്നത് എന്നാ ചോദ്യം ആരാധനയാണ്, ആ ശക്തിക്കുള്ള ആരാധനയാണ്. അതിപ്പോ ഈ മൊഹീദ്ദീൻ ഷേഖും അള്ളാഹു എന്ന് വേണ്ട വേറൊരു ശക്തി. ഞാൻ ഇയാളോട് പറഞ്ഞു, ഇയാളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുക. എന്താ ഞാൻ ചോദിക്കുമ്പോൾ എന്റെ വിശ്വാസം ഇയാൾക്ക് ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇയാൾ ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ്, സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ടാണോ ഞാൻ ചോദിക്കും? തേട്ടവും ചോദ്യവും ഒക്കെ പ്രാർത്ഥനയും ഒക്കെ ആരാധന ആയതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. ആരാധന ആയത് അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആരാധനയുടെ പരിധിയിൽ പെടാത്ത ചോദ്യം, ആരാധനയുടെ പരിധിയിൽ പെടാത്ത അപേക്ഷ, ആരാധനയുടെ പരിധിയിൽ പെടാത്ത തേട്ടം അത് അല്ലാഹു അല്ലാത്തവരോട് നടത്താം. ഏതുപോലെ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ഇയാളോട് ആവശ്യപ്പെടുന്നു. രോഗിയാകുമ്പോൾ ഡോക്ടറുകളിലേക്ക് പോയി ഡോക്ടറെ മരുന്ന് ചോദിക്കുന്നു. ഇതൊന്നും ആ ഡോക്ടറ് ദൈവമാണെന്ന് കരുതിയിട്ടല്ലല്ലോ. അല്ലെങ്കിൽ ഈ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ കരുതിക്കൊണ്ടല്ലോ. അതുകൊണ്ട് അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നില്ല ആ തേട്ടം. അതേ വിശ്വാസത്തോടെ തന്നെ മൊഹീദ്ദീൻ ഷേഖിനോട് ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെ. എന്താണ്? അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ കരുതുന്നില്ല. അതുകൊണ്ട് അവരോട് ചോദിക്കുമ്പോഴേക്ക് അത് ആരാധനയാവുകയില്ല, ശിർക്കാവുകയില്ല. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നിങ്ങൾ ചോദിച്ചു. നമ്മൾ ഈ ലൗകിക ജീവിതം അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആ പോലെയല്ല. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനും പാടില്ല. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ചോദിക്കുന്നത് പോലെയല്ലേ മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ചോദിച്ചത്? അത് വിഭാഗത്തിൽപ്പെട്ടതാണ്. വിഭാഗത്താണ് ഒരു സഹായം തേടല് ആരാധനയുടെ മധ്യമാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടല്ലേ സക്കരിയ നബി തന്റെ വയസ്സായ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് കുട്ടിയെ തരാൻ പ്രാർത്ഥിച്ചത്? കാല റബ്ബി ഇന്നി വഹനല്ലാകുമോ ഇന്നി വക്കാല റഅസു ശൈബൻ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. അദ്ദേഹം പറയുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, ഇന്നി വഹനല്ലാകുമോ, എന്റെ എല്ലുകൾ ബലഹീനമായി പോയി. ഇന്നി വക്കാല റഅസു ശൈബൻ, എന്റെ തലയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന രൂപത്തിലുമായി പോയി നാഥ. അതുകൊണ്ട് നീ എനിക്ക് ദാനം നൽകണേ, നിന്റെ പക്കൽ നിന്നും വലിയ ഒരു സന്താനത്തെ എന്ന് സക്കരിയ നബി ചോദിക്കുന്ന ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നുണ്ട്.
അത് വിവാദത്തിൽപ്പെടും. അതുപോലെ ഇബ്രാഹിം നബി തന്റെ കുട്ടിയിലാവുന്ന റബ്ബി ഹബിലി മിനസ്വാലിഹിൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവർക്ക് മുമ്പ് മൺമാഞ്ഞുപോയ അവരുടെ മഹാന്മാരായ പ്രവാചകന്മാരോട് ചോദിച്ചുകൂടെ? അത് നമുക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റും. അവർക്ക് ഇത് ചോദിച്ചൂടെ? ഇത് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ വിരുദ്ധമാണോ അല്ലെങ്കിൽ അപ്പക്കാവില്ല. ഒരു കഥ ചോദിച്ചൂടെ? അതിന് പല മുജാഹിദിന്റെ വാദം കേട്ടാല് സുന്നികൾക്ക് വല്ല വാദമില്ല, അള്ളാഹിനോടൊന്നും ചോദിക്കാൻ തന്നെ പാടില്ല, മഹാത്മാക്കളോടെ ചോദിക്കാവൂ, അള്ളാഹിനോട് മുണ്ടാൻ പാടില്ല എന്ന് സുന്നികൾക്ക് വാദമുള്ളത് പോലെ വരുത്തി തീർക്കാണ് മുജാഹിദ്. ആ പരിപ്പ് ഇവിടെ വേവൂല, അത് വേവിടെ പരിപ്പ് കുറച്ച് അപ്പുറത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളത്ര അള്ളാഹിനോട് ചോദിക്കുന്ന ഒരാളുമില്ല. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും ഞങ്ങളോട് ഇരുന്നിട്ട് അല്ലാഹുമ്മ റബ്ബന എന്ന് പറഞ്ഞ പടച്ചവനോട് ദ്വാരക്കുക. മുജാഹിദ് എന്തായാലും 3 തട്ടിയാൽ നീച്ചു പോലാ അല്ലേ? അപ്പൊ ഞങ്ങൾ പടച്ചവനോട് ദ്വാരക്കുന്ന അത്ര വേറെ ഒരു കക്ഷി ഇവിടെ ദ്വാരക്കുന്നില്ല. ഞങ്ങളെ ചർച്ചയും അള്ളാഹുവിനോട് ദ്വാരക്കാൻ പറ്റുമോ പറ്റൂല എന്നല്ല, അള്ളാഹിനോട് ദ്വാരക്കാൻ പറ്റും ചെയ്യും. അത് ദ്വാരക്കും വേണം, അത് ആരാധനയുമാണ്, അത് ചെയ്യണം മുസ്ലിമീങ്ങൾ. അദ്ദുആഉ മുഹുൽ ഇബാദ, അതാണ് പറഞ്ഞത്. അദ്ദുആഉ ഹുവൽ ഇബാദ, അതൊക്കെ ഇബാദത്താണ്, അതൊന്നും ആർക്കും സംശയമില്ല. നമ്മുടെ ചർച്ച അതല്ല. ഇത് നിങ്ങളിപ്പോ ഈ പറഞ്ഞ ശൈലി ഉണ്ടല്ലോ, അത് കേവലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദിന്റെ കവലപ്രസംഗത്തിന്റെ ശൈലിയാണ്. അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തല്ലേ കേട്ടോ. മുജാഹിദുകൾ സ്ഥിരം ഒരു പഠിച്ചിട്ട് കുറെ ഒരായിട്ട് അതിങ്ങനെ പറയും. ഇവരല്ലാത്ത സാധിക്കുന്ന മുമ്പിൽ അങ്ങനെ പാടും ചെയ്യാൻ കുഴപ്പമില്ല. നമ്മളെ ചർച്ച എന്ത്, നിങ്ങൾ ഒന്ന് ആയത്തെന്ത്, അതാണ് നമുക്കറിയാം. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ ആ ആയത്തിൽ ഞങ്ങൾക്ക് തെളിവാകുള്ളൂ. അള്ളാഹിനോട് ദ്വാരക്കണം, ദ്വാരക്കാം, അതിൽ ആർക്കും തർക്കമില്ല. ഞങ്ങൾ പറയുന്നതല്ല, അള്ളാഹുവിനോട് ദ്വാരക്കുന്നതോടൊപ്പം തന്നെ, അള്ളാഹുവിലേക്ക് ആരാധിക്കുന്നതോടൊപ്പം തന്നെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോ അതിലൊന്നും കുഴപ്പമില്ല. അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം ചോദിക്കുന്നു, ഡോക്ടർമാരോട് രോഗമുണ്ടാകുമ്പോൾ ചികിത്സ ചോദിക്കുന്നു, അതുപോലെ ഉറുപ്പികൾ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോ നമ്മുടെ സഹോദരനോട് ചോദിക്കുന്നു, ഭക്ഷണത്തിന് ഭാര്യയോട് സഹായം ചോദിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതുപോലെ മരണപ്പെട്ടുപോയ മഹാത്മാക്കൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, അള്ളാഹു മുഅ്ജിസത്ത് കറാമത്ത് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിച്ചാലോ ഇത് പറ്റുമോ പറ്റൂലേ എന്നാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ ചർച്ച. ഓർക്കൊക്കെ രവിവാരല്ലേ, ഓർക്കൊക്കെ മഹാന്മാരോട് ചോദിച്ചുണ്ടായിരുന്നോ എന്നതല്ല, അവര് അള്ളാഹുവിനോട് ചോദിച്ചു. അത് ചോദിക്കാൻ പറ്റൂല, അത് നമുക്ക് വാദമില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞത് അള്ളാഹിനോട് ചോദിക്കണമേ. പക്ഷെ അതോടൊപ്പം ഒരു മഹാത്മാവിനോട് ആരെങ്കിലും ചോദിച്ചത് കൊണ്ട് അയാൾ ഇസ്ലാമിന് പുറത്തു പോകൂല, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇസ്ലാമിന് മുശ്രിക്കാണ്, 1000 വട്ടം 10,000 വട്ടം 900 വട്ടം കാഫിറാണ് എന്നാ മുജാഹിദുമാരുന്നത്. അതിലൊരായത്താ ഞങ്ങൾ ചോദിക്കുന്നത്. അത് ആയത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിന്നല്ല മുജാഹിദിന്റെ ഒരൊറ്റ ആൾക്കും കഴിയില്ല. വെറുതെ പറയാം, ഇങ്ങനെ റബ്ബി ഹബിനി മില്ലതുങ്ക വലിയ നല്ല നീട്ടിയ വയല് പറയാം, അതിനാർക്കും കുഴപ്പമില്ല. ആയത്ത് ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നതല്ല, നോക്കൂ നിങ്ങൾ. തഫ്സീർ മുജാഹിദുകൾ ഓതുന്ന ആയത്താണ്. തഫ്സീർ ഞാൻ പറഞ്ഞുതരാം. തഫ്സീർ ഹിജറ 400 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഇപ്പൊ അടുത്തൊന്നും സമസ്ത ഉണ്ടായതിനു ശേഷം എഴുതിയൊന്നുമല്ല. ഞാൻ അങ്ങനെ ദുർവ്യാഖ്യാനിക്കണം. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ ഒരു ആയത്ത് മുജാഹിദുകൾ സാധാരണഗതിയിൽ ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണ്. സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന ആയത്താണ്. ആ ആയത്ത് എന്താണ് അവർ പറയാറുണ്ട്? വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ, ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, സ്വശരീരത്തെ തന്നെ അവർ സഹായിക്കില്ല. വഇൻ തദ്ഉഹും മിനൽ ഹുദാ ലാ യസ്മഊ, അവരെ നിങ്ങൾ വിളിച്ചാൽ അവർക്ക് വിളി കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗീർവാണ പ്രസംഗം എങ്ങനെ നടത്തലാണ്. ഗ്രൗണ്ടിലേക്ക് നോക്കിയിട്ട് മുന്നിലാളില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാറോ. എന്നാൽ ഈ ആയത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന മുജാഹിദുകൾക്ക് ഖുർആൻ മുഫസ്സിറുകൾ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളി, അതാ ഞാൻ പറയുന്നത്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നത്, ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഒന്നും എടുക്കുന്നില്ല. പൂർവീകർ പറഞ്ഞു വെച്ചതാണ്. അവർക്കൊന്നും ഖുർആനും സുന്നത്തും തിരിഞ്ഞ, അവരൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള ആൾക്കാർ. നിങ്ങളത് 4 ആൾക്കാരും കൂടി, അത് 4 ആളും പുതിയാപ്പണി മാത്രം സ്വർഗത്തിൽ പോകാൻ തന്നെ അത് നടക്കുന്ന കാര്യമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നത് നോക്കൂ നിങ്ങൾ, കണ്ടോ? അവരെ നിങ്ങൾ വിളിച്ചാൽ, മുജാഹിദുകൾ അർത്ഥം വെക്കും. എന്ത്? മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കൂല. അപ്പൊ നമ്മൾ കേൾക്കും, ശരി എന്നെ മഹാത്മാക്കളെ വിളിച്ചാൽ അവർ കേൾക്കൂലല്ലേ? ഖുർആൻ വ്യാഖ്യാതാക്കൾ മറുപടി പറയുന്നു, അയ്യല്ല അസ്നാമ, വിഗ്രഹങ്ങളെ ദൈവങ്ങളെ വിളിച്ചാൽ കേൾക്കൂല. ആർക്കാ പൈസ സംശയമുള്ളത്? ഒരു കല്ല് നാട്ടിൽ അതിനെ വിളിച്ചാൽ, അതിനോട് ദ്വാരന്നാൽ, അതിനോട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കോ? ആർക്കും അറിയാ, കേൾക്കൂല. അദ്ദേഹം പറയുന്നു, ലായസ്മാവ് ദുആക്കും, നിങ്ങളെ ദുആ കേൾക്കില്ല. പകരം മുസാഹദത്തി വൽ ഇംദാദി, പിന്നെ അല്ലേ ആ ദൈവങ്ങൾ സഹായിക്കൽ.
എന്നിട്ട് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട അല്ലാമ ഷെയ്ഖ് ഇസ്മാഈൽ അൽ-ഹഖി തന്റെ തഫ്സീർ റൂഹുൽ ബയാനിന്റെ 296-ാമത്തെ പേജിൽ 3-ാമത്തെ വാല്യത്തിൽ മഹാനവറുകൾ പറയുന്നു, വഹാദാ, ഈ ആയത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ബിഖിലാഫി തവജ്ജുഹി ഇലാ റുഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ, അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാലിമാക്കളോട് അവരിലേക്ക് മുന്നിടുന്നതിന് ഈ ആയത്ത് ഒരിക്കലും എതിരല്ല. നിങ്ങളിത് പഠിക്കണം. വെറുതെ ജനങ്ങളെ മുശ്രിക്കാക്കിയ പോരാ. ഈ ആയത്ത് മുഅ്മിനീങ്ങളോട് മഹാന്മാക്കളോട് ചോദിക്കുന്നതിന് ഈ ആയത്ത് എതിരല്ല. ഇത് സമസ്തയുടെ ബുക്കല്ല, ഖുർആൻ വ്യാഖ്യാനമാണ്. അറബി തിരിയുന്ന വഹാബികളുണ്ടെങ്കിൽ കടന്നു വരാം സ്റ്റേജിലേക്ക്, നോക്കാം, തിരിച്ചു തരണം എന്ന ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. കിതാബുകൾ കൊണ്ടുപോകരുത്. എന്താ പറയുന്നത്? അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നതിന് ഈ ആയത്ത് എതിരല്ല. അവർ സൃഷ്ടികളല്ലേ, എന്നാലും ശരി. നബിയും അതുപോലെ തന്നെ ഔലിയ വലിയെന്നൊക്കെ പറഞ്ഞ അവർക്ക് അല്ലാതെ സൃഷ്ടികളല്ലേ, അവർക്ക് സഹായിക്കാൻ കഴിയും. ഈ ആയത്ത് അതിനെതിരല്ല. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഫൈനൽ ഇസ്തിംദാദ മിൻഹും, അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ, വത്തവസ്സുല ബിഹിം, അവർ മുഖേന ഇടനേടിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കലും, വൽഇൻതിസാബ ഇലൈഹിം, അവരിലേക്ക് ചേരലുമൊക്കെ, മിൻ ഹൈതു ഇന്നഹും മലാഹിറുൽ ഹഖി വമജാലി അൻവാരിഹി വമറാഹി കമാലാത്തിഹി വശുഫാഉഹു ഫിൽ ഉമൂരി ളാഹിറത്തി വൽ ബാത്തിന, അല്ലാഹുവിന്റെ താൽപര്യക്കാരാണ്, അല്ലാഹുവിന്റെ ശുപാർശയ്ക്ക് അധികാരമുള്ള ആളുകളാണ് അമ്പിയാക്കളും ഔലിയാക്കളും എന്ന അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കലാകുന്നത് അതിന് വളരെ വലിയ ഫലമുണ്ട്. അത് ചിർക്കല്ല, അത് തെറ്റല്ല, അത് ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടില്ല. ലഹൂകായാത്തും ജലീല, അതിന് വളരെ വലിയ ഫലമുണ്ട്. അതൊരിക്കലും ശിർക്ക് അല്ലേ അല്ല, ഞങ്ങളെ വകയല്ല. ശൈഖുനാ കാന്തവനെ പറഞ്ഞതല്ല, താജുൽ ഉള്ളാട്ടങ്ങളെ വരികളല്ല, വിവാദത്തല്ല ഇത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണിത്. നിങ്ങൾ ഏത് ആയത്ത് ഓതിക്കൊണ്ടാണോ സുന്നികളെ മുശ്രിക്കാക്കുന്നതെങ്കിൽ അതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് പൂർവിക ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. മഹാത്മാക്കളോട് ചോദിക്കൽ വലൈസ ദാലിക ബിശിർകിൻ നസ്ലാ, അതൊരിക്കലും ശിർക്കല്ല. ബൽ ഹുവ ഐനു തൗഹീദ്, അത് തൗഹീദിന്റെ സത്തയാകുന്നു, അത് തൗഹീദ് തന്നെയാകുന്നു. ശിർക്കിന്റെ ലാഞ്ചന പോലും അതിനില്ല. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അറബി അറിയുന്ന ആളല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞ അർത്ഥം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ കഴിയില്ലേ? ഞാൻ വായിച്ച വരികൾ ഇതിലില്ലെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾക്കിതാ ഈ കിതാബ് നോക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മഹാന്മാക്കൾ അല്ലാഹുവിന്റെ അടിമകളാണ്, മഹാന്മാക്കളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ആ ആയത്തിലെന്നല്ല വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ടും തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇതൊക്കെ പറഞ്ഞാലും മുജാഹിദ് വിളിച്ചു പ്രാർത്ഥന, അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥന, അദ്ദുആഉ പറയാം, ഇതൊന്നും രാജ്യസ്മാണെന്ന് വഴക്കും. ഇതാരോടാ പറയാം? വിവരമില്ലാത്തവരോട് പറയാം. അദ്ദുആഉ വിളിച്ചു പ്രാർത്ഥന, അല്ലാഹുവെ വിളിച്ചു പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ലായിസ്മാനത്ത് വഴക്കും, അദ്ദുആഉ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബ്രാഹിം നബി അങ്ങനെ തുറന്നു, മൂസാ നബി ഇങ്ങനെ തുറന്നു. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ അതിനൊന്നും വിവാഹത്തിനെതിരല്ല. ഇവിടെ നമുക്ക് വേണ്ടത് അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ്. അവരടിമകളാണ്, അവർക്കുള്ള ഇബാദത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്ത സഹായം ചോദിക്കൽ. മഹാത്മാക്കളാണ്, വലിയവരാണ്, നബിമാരാണ്, അടിമകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് കുറിക്കുന്ന ഒരൊറ്റ ഖുർആനിക സൂക്തം കാണിക്കാൻ കഴിയുമോ? ഒരായത്ത് മുഴുവൻ വേണ്ട, ഒരായത്തിന്റെ പകുതി കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. ഞങ്ങൾ വെറുതെ ഈ മുഖാമുഖോട് നടക്കുന്നത്, വെറുതെ മുജാഹിദ് ഞങ്ങൾ അരികിലേക്ക് വരാത്തത് എന്താ? ഇത് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. വെറുതെ ഒന്നല്ല, അവർക്ക് പൂതി ഉണ്ടാവൂലേ ഈ കാണുന്ന ആളുകൾക്കിടയിൽ വെച്ച് സുന്നി പണ്ഡിതന്മാരെ ഒന്ന് മുട്ടുകുത്തിക്കളത് പൂതിയില്ലാത്തത് കൊണ്ടാ. പൂതിയുണ്ട്, അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. തെളിയിക്കാൻ വേണ്ടി പല ഭാഗത്തും വന്നോലൊക്കെ വന്ന മാതിരി മയത്തിന്റെ പേരിന് പേരിറങ്ങും പോലെ മെല്ലെ അങ്ങനെ ഇറങ്ങിപ്പോയതും കണ്ടു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കാൻ കഴിയില്ല. ലോകത്തുള്ള ഒരൊറ്റ മുജാഹിദും ജമാഅത്തിനും ഇത് കഴിയില്ല. ഉറച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും. കഴിയുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഇബാദത്ത് ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മറുപടിയില്ല. കാരണം വേറെ എന്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ വേറൊരു വാക്ക് പറയാം.
ഇബാദത്തിന്റെ പരിചയപ്പെടാത്ത സഹായങ്ങൾക്ക് ഒരു വാക്കുള്ള നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതാണ്. ഈ ചോദിക്കാൻ പറ്റും എന്നതിന് പറ്റിയ വല്ല പദവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ. ഒരുപാട് പദങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ഇന്നമാ വലിയക്കുമുല്ലാഹ്, നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു ആകുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. നിങ്ങളുടെ സഹായി അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. റസൂലും നിങ്ങളുടെ സഹായിയാകുന്നു എന്ന് പറഞ്ഞാൽ റസൂലിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ഈമാനിൽ കമാൽ പ്രാപിച്ച നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈമാനിൽ കമാൽ പ്രാപിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരും നിങ്ങളുടെ സഹായികളാകുന്നു എന്ന് പറഞ്ഞാൽ അവരോടും സഹായം ചോദിക്കാം. ഖുർആൻ പറയുന്നു സഹായം ചോദിക്കാൻ പറ്റും എന്നതിനുള്ള രേഖയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇതിൽ മരിച്ചവർ പെടും. 400ഓളം സഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, വിശ്വാസികൾ സത്യവിശ്വാസികൾ സഹായിക്കുമെന്ന് പറഞ്ഞതിന്റെ പ്രകടമായ അർത്ഥം തന്നെ ജീവിച്ചിരിക്കുന്നവരും സഹായിക്കും, മരിച്ചവരും സഹായിക്കും. ഇതാരാ പറയുന്നത്? 400ഓളം സഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഈ വ്യാഖ്യാനം ആരാണ് എഴുതി വെച്ചത്? വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ നഹവി തന്റെ തഫ്സീർ അൽ ബഹറുൽ മുഹീത്തിന്റെ 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ തഫ്സീർ സാദുൽ ബസീറിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും ഇത് ഈ വസ്തുത അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളോട് സഹായം ചോദിക്കാം, അത് പറ്റും, അത് അനുവദനീയമാണ്. ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് പുറമെ അവന്റെ സൃഷ്ടികളോട് ചോദിക്കാനുള്ള കഴിവില്ല. കാരണം അള്ളാഹു താല നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, നിങ്ങളുടെ ആത്മമിത്രങ്ങൾ യഹൂദി നസാറാക്കളെ അല്ല, അള്ളാഹു റസൂൽ, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅത്തൂന സകാത്ത വഹും റാക്കിഊൻ. നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും സാലിഹായ മുഅ്മിനീങ്ങളും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിനുശേഷമുള്ള ആയത്ത് നോക്കിക്കോ. ومن يتولى الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. ഇതിനെ അബ്ദുള്ള മൗലവി മാട്ടൂർ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഖുർആന്റെ തർജ്ജമയിൽ പറയും. ഇതിന്റെ അർത്ഥം, വല്ലവനും അള്ളാഹുവെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം നേടുന്നവർ. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. സത്യവിശ്വാസികളെ, അദ്ദേഹത്തിന്റെ തർജ്ജമയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദ വിഷയമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഉത്തമിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് സ്വാലിഹായ മുഅ്മിനീങ്ങളെ മുമ്പോട്ട് പറഞ്ഞ ആയത്താണ്. അതല്ലാതെ ഈ ആയത്തിന് അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ യാതൊരു സാധ്യതയോ ഇതും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം തന്നെ. ഞാൻ ഈ പ്രാമാണിക പണ്ഡിതന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കാം. ഏറ്റവും വലിയ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. തഫ്സീറുൽ കബീറിന്റെ 12-ാമത്തെ വാല്യം 25-ാമത്തെ പേജിൽ ഇമാം റാസി പറയുന്നു, വകുല്ലു മൻ അൻസഫ. ഇമാം റാസി ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവൻ, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവൻ, പക്ഷപാതം വെടിയുകയും ചെയ്തവൻ. ഏതെങ്കിലും ഒരു പക്ഷത്തിൽ നിന്ന് സംസാരിക്കരുത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തണം. ആയത്തിന്റെ മുമ്പും ശേഷവും ഒക്കെ ചിന്തിക്കുകയും ചെയ്യണം. ആയത്ത് ഒരു കുന്ത മാത്രം എടുത്താൽ പോരാ, അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ചിന്തിക്കുകയും ചെയ്ത വ്യക്തി ഇമാം റാസിയാണ് പറയുന്നത്. ആ വ്യക്തി തറപ്പിച്ച് ഉറപ്പിച്ചു പറയും. എന്ത്? അന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹ്, ഇന്നമാ വലിയുകുമുല്ലാഹു എന്ന് പറഞ്ഞ വലിയ എന്ന പദത്തിൽ എന്ന ആയത്തിലുള്ള വലിയ എന്ന പദത്തിന്റെ അർത്ഥം ലൈസ, അതല്ല, ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി,
സഹായിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിനല്ലാതെ വേറെ ഒരർത്ഥത്തിന് അത് വരാൻ സാധ്യതയില്ല. ഇത് ഞങ്ങളെ വകയല്ല. തഫ്സീറു റാസിയാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? തഫ്സീറു റാസിയുടെ 12ാമത്തെ വാല്യം 25ാമത്തെ പേജിൽ ഇമാം റാസി പറയുകയാണ്, ലൈസ ഇല്ലാ ബിമാനിൻ നാസിരി വൽ മുഹിബ്ബി, സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിന് മാത്രമാണ് അല്ലാഹു പറഞ്ഞത് ഇന്നഹു വലിയുക്കുമുല്ലാഹ് എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? വമൻ യതവല്ലല്ലാഹു വറസൂലഹു, അള്ളാഹുവിനെ ആര് സഹായിയാക്കി, വറസൂലഹു, റസൂലിനെ ആര് സഹായിയും സംരക്ഷകരുമാക്കിയോ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അള്ളാന്റെ പാർട്ടിക്കാരാണ് പറയുന്നത്. അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ, റസൂലിനോട് സഹായം ചോദിക്കുമ്പോ, അമ്പിയാക്കൾ ഔലിയാക്കളോട് മഹാന്മാക്കളോട് സഹായം ചോദിക്കുന്നവൻ ഫഇന്ന ഹിസ്ബല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ പാർട്ടിയാണ്. അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണെങ്കിലോ ഹുമുൽ ഗാലിബൂൻ, അവർ വിജയികളുമാണ്. അവർ മുശ്രിക്കാണെന്നല്ല ഖുർആൻ പറഞ്ഞത്, അവർ വിജയികളാണ് എന്നാ പറയുന്നത്. മുജാഹിദുകളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് ഞങ്ങളുടെ സ്വന്തം വകയല്ല. ഇനി അത് പോകട്ടെ, റാസി അവിടെ നിൽക്കട്ടെ. ഇതേതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറാണ്. 1986 ജൂലൈ ലക്കം പേജ് 47. മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ആയത്തോതുമ്പോ മുജാഹിദ് പറയും വലിയന് സഹായി എന്ന അർത്ഥമില്ല. അത് ഉറക്കെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ടിലേക്ക് നോക്കി എന്തു പറയാം, സാധുക്കൾക്ക് അത് അറിയില്ലല്ലോ. മുഖാമുഖം ഇത് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങൾ നിജസ്ഥിതി ബോധ്യപ്പെടുക. ഇതാ മുജാഹിദിന്റെ മുഖപത്രം പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ എന്ന ആയത്തിന് അർത്ഥം കൊടുക്കുകയാണ് മുജാഹിദുകൾ. കേൾക്കുക നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ സഹായിയും, ഇന്നമാ വലിയക്കുന്റെ അർത്ഥമായി പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. അപ്പൊ സുന്നികളുടെ ഞങ്ങളെ വക സ്വന്തം വ്യാഖ്യാനമല്ല. ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾ തന്നെ ഈ തട്ടിപ്പ് അറിയുന്നതിന് മുമ്പ്, ഈ ദുർവ്യാഖ്യാനം തിരിയുന്നതിന് മുമ്പ് അവരും ഈ സത്യം എഴുതി വെച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മുജാഹിദ് മുഖപത്രമല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഒട്ടും പുറകിലല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 2001 മാറി 3 വാല്യം 57 ലക്കം 37 അതിൽ കാണാം പേജ് 27. അതിൽ അവർ പറഞ്ഞു, കണ്ടോ, സൂറത്തോട് ബോധത്തിന്റെ 28ാമത്തെ പേജിലാണ് ഞാൻ പറയാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത്. അതിൽ അദ്ദേഹം പറയും ഇതുപോലെ, സൂറ അൽ മാഇദയിലെ 55ാം സൂക്തത്തിൽ അല്ലാഹുവും അവന്റെ ദൂതനും സത്യവിശ്വാസം സ്വീകരിച്ചവരുമാണ് നിങ്ങളുടെ വലിയ ബ്രാക്കറ്റിൽ സഹായി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നമാ വലിയുക്കുമുല്ലാഹു നിങ്ങളുടെ സഹായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് മുജാഹിദ് അവരുടെ മുഖപത്രമായ അൽമനാറിലും ജമാഅത്ത് അവരുടെ മുഖപത്രമായ പ്രബോധനത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ ടി കെ അബ്ദുള്ള മൗലയുടെ പരിഭാഷ എന്ന് പറഞ്ഞു. ആ ടി കെ അബ്ദുള്ള മൗലയുടെ പരിഭാഷയിൽ ആ വലിയ എന്നതിന്റെ ഒരു അർത്ഥം അദ്ദേഹം കൊടുത്തതാണ്. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ ആയത്തിൽ ഞങ്ങൾ പറയുന്ന അർത്ഥം ഞങ്ങളെ പോക്കറ്റിൽ നിർത്തതല്ല, അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചതാണ്. ആ അർത്ഥം അനുസരിച്ച് ഖുർആൻ ശിർക്ക് പഠിപ്പിച്ചു, ഖുർആൻ ശിർക്കിലേക്ക് ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പൂർവീക മഹത്വങ്ങളുടെയും മഹിതമായ പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് അനുവദനീയമാണ്, ശിർക്കല്ല, കുഫറല്ല, നരകത്തിന് പോകുന്ന പരിപാടിയല്ല, 1000 വട്ടം കാഫിറാകൂല, 10,000 വട്ടം കാഫിറാകുന്ന പരിപാടി അല്ല ഇത് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഈ പ്രമാണങ്ങളുടെ നീണ്ട നിരയാകുന്നു. അർത്ഥം തന്നെയാണ്. ആ ഇന്നമാ വലിയക്കുമുമ്മ എന്ന ആയത്തിന്റെ അർത്ഥം ഔലിയാവിന്റെ രക്ഷാധികാരിയുന്നുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ സാഹചര്യം അനുസരിച്ച് അർത്ഥം ഇവിടെ ഇതിനു മുമ്പുള്ള ആയത്തുകളിലും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ആത്മമിത്രങ്ങളെ നിങ്ങൾ ആരായി സ്വീകരിക്കണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. സാഹചര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതാ ഞാനും പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇമാം റാസിയാണ് ഈ നിങ്ങളെക്കാളും എന്നേക്കാളും. ഞാൻ എന്റെ വക ഒന്നും പറയണ്ട, നിങ്ങൾ നിങ്ങളെ വക പറയണ്ട. ഈ ആയത്ത് ലോകത്ത് ഹിജ്റ 606 ജീവിച്ച വഫാത്തായ
5-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ച മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് അവർക്ക് തിരിയാത്ര ഖുർആൻ നമുക്ക് തിരിയാന്ന് ഉറപ്പല്ലേ? ഈ ടി കെ മോദിക്കും തിരിയില്ല, നിങ്ങൾക്കും തിരിയില്ല, എനിക്കും തിരിയാന്ന് ഉറപ്പല്ലേ? ആ സാഹചര്യം പഠിച്ചുകൊണ്ടാണ് ഇമാം റാസി പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിച്ച് ആയത്തിന്റെ മുമ്പും പിമ്പും ചിന്തിക്കുക. അതായത് സാഹചര്യമൊക്കെ നോക്കുക. അവൻ ചിന്തിക്കണം ഈ മുഖദ്ദമിൽ ആയത്തിന്റെ മുമ്പും പിമ്പും ഒക്കെ ചിന്തിക്കും ചെയ്ത് സാഹചര്യമൊക്കെ ശരിക്കും ഉറപ്പിച്ച് മനസ്സിലാക്കിയാൽ അവൻ ഉറപ്പിച്ചു പറയും അന്നൽ വലിയ ഈ സാഹചര്യം തിരിയുന്ന ആളെന്നെയാണ് റാസി ഇമാമ്, തിരിയാത്ത ആളല്ല. ഇമാം റാസി വലിയ ഖുർആൻ വ്യാഖ്യാതാവാണെന്ന് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവ് അബ്ദുസ്സലാം സുല്ലമി വരെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പത്രത്തിൽ എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇമാം റാസിയെ കുറിച്ചാക്കൊന്നും വേണ്ട, അത് വലിയ ആളാണ്, നിങ്ങൾ തന്നെ സമ്മതിച്ചതാ. ആ റാസി ഇമാമിന് തിരിയുന്ന അത്ര ഖുർആൻ ഏതായാലും നമുക്ക് തിരിയാന്ന് ഉറപ്പല്ലേ? റാസി ഇമാം പറയാണ് അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഇതിന്റെ സാഹചര്യമൊക്കെ നോക്കി, അതിന്റെ ആദ്യം നോക്കി, അവസാനം നോക്കി, നിഷ്പക്ഷമായി ഞാൻ വിലയിരുത്തി, എന്നിട്ട് ഞാൻ പറയുന്നു ഇതിന്റെ അർത്ഥം സഹായി എന്ന് തന്നെയാണ്. അപ്പൊ ഇമാം റാസി ഇതൊക്കെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് ഖുർആൻ വ്യാഖ്യാനം എഴുതുന്നത്. അവരുടെ വകയാണത്, ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതോ നിങ്ങളുടെ സ്വന്തം വകയുമാണ്. ഇതാണ് വ്യത്യാസം. ഉദ്ദേശിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞു, അള്ളാഹു ബിംബങ്ങളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മറ്റുള്ള ആയത്തുകളെയും പറഞ്ഞല്ലോ. ഈ ആയത്തല്ല, ഈ ആയത്തിൽ ബിംബത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും പറയരുത്. ഈ ആയത്ത് അള്ളാഹുവിനോടും റസൂലിനോടും മഹാന്മാരോടും സഹായം ചോദിക്കാം, ഇതാണ് ഞങ്ങൾ പറഞ്ഞോളൂ. ബിംബത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ബിംബത്തിന്റെ കഥ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, അത് നിങ്ങൾ പറഞ്ഞു തീർന്നിട്ടാണ് പിന്നെ ഈ ആയത്തേക്ക് കാണുന്നത്. ഇനി നിങ്ങൾ ബിംബത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചോളൂ. വല്ലതീന യദൂന സൂറത്ത് ഹിജ്റിൽ അല്ലാഹു പറയുന്നു, വല്ലതീന യദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്നവർ ലാ യഖ്ലഖൂന ശൈഅൻ, അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടികളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു അംവാത്തുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാഇ, ബിംബങ്ങൾ മരിക്കോ? ഗൈറു അഹ്യാഇ, അവർക്ക് ജീവനില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവസാന നാളിൽ എന്നുണ്ടാകും, എന്നവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പോലും അവർക്കറിയില്ല. ഈ ബിംബങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം പെട്ടതില് മരിച്ചവരെ വിളിച്ചു ഇന്നക്കലാ തുസ്മിയാന്നോ തന്നെ നബിയെ നീ മരിച്ചവരെ കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ? മരിച്ചവരെല്ലാം പെട്ടു. അപ്പോൾ അതും മനസ്സിലാക്കി. അത് തന്നെയാണ് സൂറത്തിനാണ്, സൂറത്ത് ഇസ്രായേൽ എന്ന് പറയണം. ഉലായിക്കല്ലദീന യദ്ഊന യബ്തഗൂന, ഉലായിക്കല്ലദീന യദ്ഊന, നിങ്ങൾ വിളിക്കുന്നവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത, അവർ തന്നെ തന്റെ രക്ഷിതാവിലേക്ക് വസീലയെ സമീപനമാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യുഹും അക്റബു, അല്ലാഹു പറയുന്നത് അയ്യുഹും അക്റബു, അവരിൽ അക്റബു, ഞാനുമായിട്ട് അടുത്തവർ, അവര് തന്നെയാണ് തേടുന്നു. ആരാ ഞാനുമായിട്ട് അടുത്തവർ? അള്ളാഹ്. ബിംബങ്ങളും കല്ലുകളുമാണോ? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമാണ്, മഹാന്മാരായ ആളുകളാണ് അള്ളാഹുമായിട്ട് അടുത്തവർ. വയർജൂന റഹ്മത്തഹു, അവർ തങ്ങളുടെ തന്റെ രക്ഷിതാവിന്റെ കാരുണ്യം ആഗ്രഹിക്കുകയും വയഖാഫൂന അദാബ, കഠിനമായ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അള്ളാഹുമായിട്ട് അടുത്തവരാൾ പോലും വിളിക്കാൻ പാടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ മൊഹീദ്ദീൻ ശേഖർ രക്ഷികളെ വിഭാഷകെ കാക്കണമെന്ന് വിളിക്കാവോ? പാടില്ല. അതുപോലെ ഒരു മിനിറ്റ്, അതുപോലെ മൗലവി ഒരു കാര്യം പറഞ്ഞു മുമ്പ്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർ വിവാദത്തിന് പുറമെ അവർക്ക് നേരിട്ട ദുർഘടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ഇതേവരെ മൗലവി പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥനയോ അല്ലാത്തതോ? അത് രണ്ടാമത് പറയുന്നത് പ്രാർത്ഥനയല്ല, സഹായം. അത് നിങ്ങൾ മറുപടി കേട്ടിട്ട് ഞങ്ങൾ ചോദ്യം ഉണ്ടാക്കാൻ മാത്രമേ ഏറ്റിട്ടുള്ളൂ തോന്നുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ സഹായം ചോദിച്ച കഥ ഞാൻ ഇവിടെ പറഞ്ഞു. റാസി ഞാൻ വായിച്ചു അത് 1:67. അപ്പൊ നിങ്ങൾ പൗതി ശ്രദ്ധിക്കുന്നുള്ളൂ. സാറില്ല, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു തരാം. ഏതാണ് വിഷയം പഠിക്കലാണോ ലക്ഷ്യം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 2-3-4 ചോദ്യം ആയത്തുകൾ നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ. ആയത്തുകൾ ഇങ്ങനെ ഓതുക. എന്തിനാണ് ഇപ്പൊ ഈ ആയത്ത് ഓതിയത്? അയ്യൂഹ് എന്നിങ്ങനെ ഓതി എന്നല്ലാതെ എന്തിനാപ്പോ ഓതിയത്? ഞാൻ ഓരോ വിശദീകരിച്ചുതരാം. നിങ്ങൾ ഓതി അമ്പാത്തിനെ പറ്റി, അഹയ്യാവിനെ പറ്റി, ലായിസ്തവിൽ അഹയ്യാവ് പോലുള്ള അമ്പാത്ത്. ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചു വിഗ്രഹങ്ങളെ കുറിച്ച്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അത് സുന്നികളുടെ മേൽ ചാർത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഞാൻ പിൻവലിക്കുന്നില്ല. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ നിരവധി തഫ്സീറുകളിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. എന്റെ വക ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല ആലിഹത്ത വല്ല ഔസാന വല്ല അസ്നാമ, വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംശയമില്ല, അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആനല്ല പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്.
അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ അമ്പാത്ത് ഉണ്ടല്ലോ, രായസ്തബിൽ അമ്പാത്ത് പോലല്ല അഹിയാവും, മരിച്ചവരും ജീവിച്ചവരും സമമാവൂല. വേറൊരായത്തിൽ അമ്പാത്ത് പറയുന്നു അഹിയായിൻ, അവർ മരിച്ചവരാകുന്നു ജീവിച്ചവരല്ല എന്ന് പറയുന്നു. അപ്പൊ അത് വിഗ്രഹത്തിനെ കുറിച്ചല്ല എന്ന് ഉറപ്പായില്ലേ? അത് മഹാത്മാക്കളെ കുറിച്ച് തന്നെയാണെങ്കിലും അതുകൊണ്ട് മനസ്സിലായില്ലേ? എത്ര വലിയ കണ്ടുപിടുത്താണെന്ന് അറിയോ നിങ്ങൾ? അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ ആരാണ്? നിങ്ങളെ മുജാഹിദുകൾ വീണ്ടും പറ്റിച്ചിരിക്കുന്നു. ഇത് പറയാൻ നിങ്ങൾ അനുവദിക്കണം. എന്തുകൊണ്ട്? ഞാനിത് എന്റെ വക പറയുന്നില്ല. ഖുർആൻ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതേക്കുറിച്ച് എന്ത് പറഞ്ഞു? ഞാൻ വായിച്ചു തരാം, നിങ്ങൾ കേട്ടോളി. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون. അല്ലാഹു ഖുർആൻ പറയുകയാണ്, എന്താ? വല്ലതിനെ യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അവകൾ ലാ യഖ്ലുഖൂന ശൈഅൻ, ഒരു വസ്തുവിനെയും സൃഷ്ടിക്കുകയില്ല. വഹും യുഖ്ലഖൂന, അവർ തന്നെ അല്ലാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അവർ അമ്പാത്തും ജീവനില്ലാത്തവരാകുന്നു. വൈറോഹയായും, അതെ, ഹയാത്തില്ലാത്ത മരിച്ചവരാകുന്നു അവർ. ഇതാണ് പായത്തിലുള്ളത്. അപ്പൊ ആ വിഗ്രഹങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അയാള് ചോദ്യം, വിഗ്രഹങ്ങളെ പറ്റി എങ്ങനെ മരിച്ചവരെന്ന് പറയുക? സ്വാഭാവിക ചോദ്യമാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് പറയുക എന്നതിന് മറുപടി കണ്ടെത്തുക എന്നല്ലാതെ അതുകൊണ്ട് മരിച്ചവരെന്ന് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മഹാത്മാക്കളെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചതാണ് തകരാറ്. അതാ ഞാൻ പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഖൗലുഹു അംബാത്തുൻ ഗൈറു അഹ്യാൻ, മരിച്ചവരാണ്, ജീവിക്കുന്നവരല്ല എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐ ഹും അംബാത്തുൻ, അതായത് അവർക്ക് ജീവനില്ല, മരിച്ചവരാണ്. യാനി അൽ അസ്നാമ, അങ്ങനെയാണ് തഫ്സീർ, അങ്ങനെയാണ്. ഇത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. യാനി അൽ അസ്നാമ, വിഗ്രഹങ്ങളെ കുറിച്ചാണ്. ലാ അർവാഹ ഫിഹാ, വിഗ്രഹങ്ങൾക്ക് ജീവനില്ലല്ലോ. ജീവനില്ലാത്ത വസ്തുവിനെ കുറിച്ച് മയ്യത്ത്, ജീവനില്ലാത്തത് എന്ന് പറയാമല്ലോ. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ജന്മ അമ്പാത്ത് എന്ന് പറഞ്ഞത്. അമ്പാത്ത് മരിച്ചവർ എന്ന് പേര് പറഞ്ഞത്. ഇത് ഞാൻ എന്റെ വകയല്ല. തഫ്സീറുൽ ഖുർത്തുബി 10ാമത്തെ വാല്യം 63ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. ലാ അർവാഹ ഫിഹാ വലാ തുസ്മിഉ വലാ തുബ്സിറു, കാണൂല കേൾക്കൂല, ജീവനില്ലാത്ത വസ്തുവാണ്. ഐ ഹിയ ജമാദാത്തുൻ, അത് അചേതന വസ്തുവാണ്. ഇപ്പൊ കൈമ താഴ്വതൂരഹ, പിന്നെ എങ്ങനെയാണോ നിങ്ങൾ അതിലേക്ക് ആരാധിക്കുക? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. അപ്പോ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന അതേ ചോദ്യം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഫഹിം തീര, അല്ല ഒരു സംശയം. അൽ അസ്നാമു ജമാദാത്തുൻ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനമല്ലല്ലോ, അചേതന വസ്തുവല്ല. ഈ വസ്തുവിനും ഇത് മയ്യത്തിന് എങ്ങനെ ഇതിനെപ്പറ്റി പറയുക? വൽ ജമാദാത്തു ലാ തൂസഫു ബി അന്നഹാ അംബാത്തുൻ, ഈ അചേതനമായ വസ്തു മരിച്ചതാണെന്ന് അതിനെപ്പറ്റി പറയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ അംബാത്തുൻ എന്ന് എങ്ങനെയാണ് പറയുന്നത്? വലാ തൂസഫു ബി അന്നഹും ലാ യശ്ഉറൂൻ, അവർക്ക് ചിന്തയില്ല, വിവരമില്ല എന്ന് വിഗ്രഹങ്ങളെ കുറിച്ച് എങ്ങനെ പറയും എന്നൊരു സംശയമുണ്ടല്ലോ ഇവിടെ. കാരണം നമ്മൾ അമ്പാത്തുന്ന് പറയുക എന്ന ആയത്തിന്റെ അർത്ഥം അത് വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ചോദ്യം വരുമല്ലോ. നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ അതിന് മറുപടി ജവാബ് എന്നത് ഉജൂഹിൻ, ഒരുപാട് മറുപടി ഉണ്ട്. ഒന്നും രണ്ടും മറുപടി ഒന്നുമല്ല. എന്റെ വകയല്ല, തഫ്സീറുകൾ പറയുകയാണ്. അല്ല, ഒന്നാമത്തെ മറുപടി എന്താ? അന്നൽ ജമാദ, ഈ ജമാദുകൾ അത് യൂസഫു ബി കൗനിഹി മയ്യിത്തൻ, പിന്നെ ജമാദിനെ കുറിച്ച് തന്നെ മയ്യിത്തിന് പരാമർശമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ.